Hello everyone, welcome to Q3 World. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു 1 കിലോ വാനില സ്പോഞ്ച് കേക്ക് ബേസായി കൊടുത്തിട്ടുള്ള ഒരു കേക്കിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ഒരു പുതിയൊരു രുചിയിലുള്ള ഒരു ഫില്ലിങ്ങും അതിൻ്റെ ടോപ്പിങ്ങിനുള്ള റെസിപ്പിയും എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു കേക്ക് ഒന്ന് നന്നാക്കി ഒന്ന് ഫൈനാക്കി ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഫൈനായി ഐസിങ് ചെയ്യാൻ വേണ്ടി നമ്മുടെ തൊട്ടടുത്ത് ഇതേപോലെ ഒരു നോർമൽ വാട്ടർ പച്ചവെള്ളം ഒന്ന് വെച്ച് നമ്മൾ ഐസിങ് നൈഫ് അതിലൊന്ന് ഡിപ്പ് ചെയ്ത് നന്നാക്കി ഇതേപോലെ ഐസിങ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല നീറ്റായിട്ടും ഫൈനായിട്ടുള്ള ഒരു ഷാർപ്പ് എഡ്ജിലുള്ള ഐസിങ് ആയിരിക്കും കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ മേലെ ഒഴിക്കുന്നത് ഞാൻ ഇതിൻ്റെ ഫില്ലിങ് കൊടുത്തിരിക്കുന്നതും ഈ പറയാൻ പോകുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു ഫില്ലിങ്ങിൻ്റെ വീഡിയോ ഒന്നും ഇതിൽ കാണിക്കാത്തത്. നമ്മുടെ ഒരുവിധം ആൾക്കാരുടെ കയ്യിലൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്ത ഒരു മിക്സാണ് ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ്. നമ്മുടെ കയ്യിൽ സ്ട്രോബെറി ക്രഷ്, പൈനാപ്പിൾ ക്രഷ്, ബ്ലൂബെറി ക്രഷൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നതാണ്. എന്നാൽ ഈ ഒരു ബട്ടർ സ്കോച്ച് ക്രഷ് യൂസ് ചെയ്തിട്ടും പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂട്രൽ ജെൽ അല്ലെങ്കിൽ പൈപ്പിംഗ് ജെൽ യൂസ് ചെയ്തിട്ടുമാണ് ഇന്നത്തെ കേക്ക് നമ്മൾ മെയിനായിട്ട് ഫില്ല് ചെയ്യുന്നതും ടോപ്പിംഗ് ചെയ്യുന്നതും. അപ്പോൾ ആദ്യം എടുക്കേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ സ്കോച്ച് ക്രഷാണ്. അപ്പോൾ ഈ ഒരു കേക്കിന് വരുന്നത് ബട്ടർ സ്കോച്ചിൻ്റെ കേക്കിൻ്റെ ആ ഒരു ഫ്ലേവറിൽ നിന്നും മാറിയിട്ട് ഒരു കാരമൽ ടേസ്റ്റിൽ നിന്നും മാറിയിട്ട് ഒരു പ്രത്യേക ടേസ്റ്റുള്ള നല്ലൊരു കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ ചെയ്ത് കൊടുത്തപ്പോൾ വീണ്ടും എനിക്ക് ഈ ഒരു സെയിം ഫ്ലേവറിൽ തന്നെ നല്ലൊരു ഓർഡർ കിട്ടുകയുണ്ടായി. പ്രത്യേക ടേസ്റ്റുള്ള ഒരു കേക്കാണ്. എല്ലാവർക്കും ധൈര്യപൂർവ്വം ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ആദ്യം എടുത്തിട്ടുള്ളത് 2 ടീസ്പൂൺ ബട്ടർ സ്കോച്ച് ക്രഷും പിന്നെ അതിലേക്ക് എടുക്കുന്നത് 2 ടീസ്പൂൺ പൈപ്പിംഗ് ജെല്ലുമാണ്. നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായി കമ്പൈൻ ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ബട്ടർ സ്കോച്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ കാരമൽ ഉണ്ടാക്കാനും കാരമൽ സോസ് ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് ഈ ഒരു കേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് ഹെർഷീസിൻ്റെ കുറച്ച് കാരമൽ സോസും കൂടെയാണ്. അപ്പോൾ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫ്ലേവേർഡ് ആയിട്ടുള്ള നമ്മുടെ ആൽപ്പൻലീബി മിഠായിയുടെ ഒക്കെ ആ ഒരു ടേസ്റ്റിലുള്ള ഒരു ഫ്ലേവറാണ് ഈ ഒരു മിക്സിന് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കേക്കിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ വളരെ ഈസിയാണ് നമുക്ക് ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നുള്ള ഓർഡേഴ്സും വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് നമ്മുടെ കേക്കിൻ്റെ മേലെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് കേക്കിൻ്റെ ചുറ്റും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സൈഡിലേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ സൈഡിലും എത്തുന്ന രീതിയിൽ നമുക്ക് ഈവൺ ആയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ഫില്ലിങ്ങിനും ഈ ഒരു സെയിം സോസും കുറച്ച് പിസ്താഷ്യോ ആണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വൈറ്റ് ചോക്ലേറ്റും ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്കിൽ നമുക്ക് ഈ ഒരു കേക്ക് നല്ല തണുത്ത് സെറ്റ് ചെയ്ത് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് വീട്ടിലും ഉണ്ടാക്കി നോക്കാം. നമുക്ക് കസ്റ്റമറിന് ഓർഡറായിട്ട് എടുക്കാനും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ ഇതിനൊരു പൈപ്പിംഗ് ബോർഡർ കൊടുക്കാൻ വേണ്ടി ഞാൻ നേരത്തെ ആ ഒരു വിപ്പിംഗ് ക്രീം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു റോപ്പ് ഡിസൈനാണ് കൊടുക്കുന്നത്. നൂറിൻ്റെ N46 എന്നൊരു ഫ്രഞ്ച് ടിപ്പാണ് ഇത്. അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു ഡിസൈൻ കൊടുക്കുകയാണെങ്കിൽ ഒരു റോപ്പ് പോലത്തെ ഒരു ഡിസൈൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഈ ഒരു ഡിസൈന് ഏതൊരു കേക്കിനും നല്ലൊരു കാണാൻ ഭംഗിയുള്ളൊരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് മുകൾ ഭാഗം ഫുള്ളും ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കൊടുത്തിട്ടുള്ളത് കുറച്ച് പിസ്താഷ്യോ ആണ് നട്ട്സാക്കി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് പിസ്ത ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പൈപ്പിംഗ് ചെയ്ത ബോർഡറിൻ്റെ ഉള്ളിലായിട്ടൊന്ന് ആ റൗണ്ടിൽ തന്നെ ഒന്ന് ജസ്റ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും നട്ട്സ് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ചൊക്കെ ചെയ്യുമ്പോൾ പ്രലൈനൊക്കെ ചെയ്തിട്ടാണ് സാധാരണ നട്ട്സ് ഇടുന്നത്. അപ്പോൾ പിസ്താഷ്യോ ഒക്കെ ആകുമ്പോൾ നമുക്ക് റോസ്റ്റ് ചെയ്യാതെ തന്നെ ഇങ്ങനെ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുമ്പോഴും അതിൻ്റെ ആ ഒരു ഫ്ലേവറും ടേസ്റ്റും നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് കുറച്ച് കൂടുതൽ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടാണെങ്കിലും നല്ല ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും നല്ല പുതിയൊരു രുചിയിലുള്ളൊരു കേക്ക് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ നേരത്തെ എടുത്ത ഒരു സെയിം നോസിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഒരു പൈപ്പിംഗ് ബോർഡറും കൂടെ കൊടുത്തൊന്ന് ബോർഡ് നീറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ ഈ ഒരു ലുക്കിനേക്കാൾ നല്ല അടിപൊളി ടേസ്റ്റിയാണ് ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട്. അപ്പോൾ ഒന്ന് തീർച്ചയായിട്ടും ഈ സാധനങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെയൊക്കെ കുറഞ്ഞ ക്വാണ്ടിറ്റിയും നമുക്ക് ബേക്കിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുകളിലും അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ കാരമൽ കേക്കിൻ്റെയും ബട്ടർ സ്കോച്ച് കേക്കിൻ്റെയും ഫ്യൂഷനിലുള്ള ഈ ഒരു കേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും Q3 വേൾഡ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.